ടെക് ആൻഡ് ട്രെക്കിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസറിന്റെ ഒരു ഡെമോ യൂണിറ്റ് ആണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു ബോക്സ് ഉണ്ടാക്കിയെടുക്കണം. ബോക്സ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഫോം ബോർഡ് ഷീറ്റാണ്. നാട്ടിലുള്ള സ്റ്റിക്കർ വർക്ക് ചെയ്യുന്ന ഷോപ്പുകളിൽ ഈ ഷീറ്റ് നമുക്ക് കിട്ടും. 3 mm തിക്നെസ് ഈ ഷീറ്റിന് ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് ഒട്ടിക്കാനായിട്ട് നമുക്കൊരു ഫെവിക്വിക്ക് ആവശ്യമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെക്സ് ഒട്ടിക്കുന്ന ഗമ്മ് അത് വാങ്ങിയാലും മതി. ഇതിൻ്റെ അളവ് പറയുന്നില്ല, കാരണം ഓരോരുത്തർ എടുക്കുന്ന ബോട്ടിലിന് അനുസരിച്ച് അളവ് എടുത്താൽ മതിയാവും. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 500 ml ബോട്ടിലാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു അളവാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ട ഒരു DC മോട്ടറാണ്. ആ മോട്ടറിലേക്ക് ഈ പൈപ്പ് ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് ആ ബോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ഇത് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാൻ കഴിയുന്ന മോട്ടറാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അതിൻ്റെ അടപ്പിൽ 2 ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഹോളെന്ന് വെച്ചാൽ ഈ പൈപ്പും അതുപോലെ ആ മോട്ടറിലേക്കുള്ള സപ്ലൈയും ഇടുന്ന രീതിയിലൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. ഇതുപോലെ സോൾഡറിങ് ആണ് ഉപയോഗിച്ചിട്ടൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ആ സോൾഡറിങ് ആണ് ഇല്ലാത്തവർ എന്ത് ചെയ്താൽ മതി, ഡ്രില്ലർ ഉണ്ടെങ്കിൽ ഡ്രില്ലർ ഉപയോഗിച്ചിട്ടും ഒരു ഹോൾ ഉണ്ടാക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്പി എടുത്തിട്ട് ചൂടാക്കിയിട്ട് ഹോൾ ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഈ ബോക്സിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ സാനിറ്റൈസർ ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പൈപ്പ് അവിടെ ഫിക്സ് ചെയ്യുക, 1 ഇഞ്ചിൻ്റെ പൈപ്പ് ഫിക്സ് ചെയ്യുക. അപ്പോൾ ആ പൈപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വേറൊരു ഹോളും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് വലുതാക്കി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൽ ഗ്ലൂ ചെയ്യാൻ വേണ്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടോപ്പും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ടോപ്പ് അടച്ചു വെക്കാൻ കഴിയുന്ന കുറച്ച് ടൈറ്റുള്ള ടോപ്പ് തന്നെ നോക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ആ മോട്ടറിൻ്റെ പൈപ്പ് ഈ ഹോളിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് ഇടുക. അതുപോലെ അതിൻ്റെ സപ്ലൈക്കുള്ള കണക്ഷൻസ് ഉണ്ടാവും. അത് രണ്ടും പുറത്തേക്ക് ഇട്ടിട്ട് അവിടെ ഗ്ലൂ ചെയ്യണം. അപ്പോൾ മോട്ടർ ബോട്ടിൽ ഫിക്സ് ചെയ്തതിൻ്റെ ശേഷം പൈപ്പും അതുപോലെ വയറും പുറത്തേക്ക് ഇടുക. അത് ഇട്ടതിൻ്റെ ശേഷം കറക്റ്റായിട്ട് ഇതുപോലെ ഗ്ലൂ ചെയ്യുക. അപ്പോൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ചെയ്യാവും നല്ലത്, അല്ലെങ്കിൽ MCയിൽ വാങ്ങിയിട്ട് അതുകൊണ്ട് ചെയ്യാം. ഇനി ഈ പൈപ്പ്, അത് നേരത്തെ പറഞ്ഞ 1 ഇഞ്ച് പൈപ്പ് എടുത്തിട്ട് ഈ വലിയ ഹോളിൽ ഫിക്സ് ചെയ്യുക. അത് നല്ല രീതിയിൽ തന്നെ ഗ്ലൂ ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് ഒരു റെഡ്യൂസറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പെന്നിൻ്റെ തലപ്പത്തുള്ള ഒരു ഭാഗം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ പൈപ്പിൻ്റെ അതിൻ്റെ തലപ്പത്തായിട്ട് ഫിറ്റ് ചെയ്യുക. അത് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ ഈ സാനിറ്റൈസറിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തലപ്പത്തായിട്ട് ടൈറ്റാക്കി ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ബോക്സിൽ ഇതിൻ്റെ സെൻട്രലായിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. സാനിറ്റൈസറിൻ്റെ ആ പൈപ്പ് ഈ ഹോളിലൂടെ ഇറക്കി കൊടുക്കാനാണ്. ഇതാ ഇതുപോലെ ആ പൈപ്പ് ആ ഹോളിലേക്ക് ഇറക്കി വയ്ക്കുക. മൊത്തം പുറത്തേക്ക് പോകണ്ട, ആ തലപ്പത്തുള്ള ആ പെന്നിൻ്റെ ആ ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ സർക്യൂട്ട് ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ കമ്പോണൻസ് വേണമെന്ന് നോക്കാം. ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു സെൻസർ ബോർഡാണ്. അതായത് പ്രോക്സിമിറ്റി സെൻസർ വരുന്നൊരു ബോർഡാണത്. പിന്നെ ഒരു റെസിസ്റ്റർ വേണം 1K, പിന്നെ ഒരു ട്രാൻസിസ്റ്റർ വേണം. പിന്നെ ഇതുപോലത്തെ ഒരു സ്വിച്ച് വേണം. പിന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൈക്രോ USB പോർട്ട് വേണം, ചാർജിങ് ജാക്ക്. പിന്നെ നമുക്ക് ഒരു ബാറ്ററി വേണം. ഇനി ബോക്സിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ 2 ഹോള് വേണം. ആ ഹോളിലേക്കാണ് നമ്മളിതുപോലെ സ്വിച്ച് വെച്ച് കൊടുക്കുന്നത്. പിന്നെ തൊട്ടപ്പുറത്തുള്ള ഹോളിലേക്ക് നമുക്ക് അതിൻ്റെ ചാർജ് ചെയ്യാനുള്ള ആ ചാർജിങ് ജാക്കും ഇതുപോലെ ഇറക്കി കൊടുക്കുക.
എന്നിട്ട് അത് നല്ല രീതിയിൽ അവിടെ ഗ്ലൂ ചെയ്യണം. എന്നാലേ ഫിക്സ് ആയിട്ട് ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് ഊരി പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഫെവിക്വിക്ക് ഇട്ടിട്ട് ഗ്ലൂ ചെയ്യുക. ഇനി ഈ സർക്യൂട്ടിൻ്റെ കണക്ഷൻസ് എങ്ങനെ കൊടുക്കുക നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ ഇതിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ USB കേബിളാണ്, പക്ഷെ നമ്മൾ ചെയ്യുന്നത് റീചാർജബിൾ ആയിട്ടാണ്. സർക്യൂട്ട് കണക്ഷൻ കൊടുക്കുന്ന രീതി ഒന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് ആ സർക്യൂട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് ചെയ്താൽ മതി. അതുപോലെ ഈ കമ്പോണൻസൊക്കെ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. പിന്നെ കുറച്ചെണ്ണം ലോക്കൽ മാർക്കറ്റിൽ നിന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി ബോക്സിൽ നമ്മൾ ഒരു ഹോളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചാർജിങ്ങിന് ഉള്ള LED വേണ്ടിയിട്ടാണ്. അപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് അവിടെ LED കൂടി കൊടുക്കുന്നുണ്ട്. ഇനി LEDയുടെ 2 ലെഗും അതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ അത് മാറാതെ കറക്റ്റായിട്ട് പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ചാർജിങ്ങിന് 9 വോൾട്ട് കൊടുക്കുന്നതുകൊണ്ട് ആ LED-ലേക്ക് ഒരു 1K റെസിസ്റ്ററും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ 2 ഹോളും കൂടി ഇട്ട് കൊടുക്കണം. അവിടെയാണ് സെൻസർ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സെൻസർ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ 2 ഹോളും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ചാർജിങ്ങിന് വേണ്ടിയിട്ട് 2 വയർ ഇതിൽ കണക്ട് ചെയ്യാം. ആ വയർ കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ പോസിറ്റീവ് എന്ന് ഒരു ഡയോഡ് കൂടി കണക്ട് ചെയ്യാം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. വയറിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാ കമ്പോണൻസും ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ഗ്ലൂ ചെയ്യുക. അത് അവിടുന്ന് വിട്ടു പോരാത്ത വിധം ചെയ്യുക. അതുപോലെ ബോട്ടിലിൻ്റെ അടിഭാഗത്തും ഗ്ലൂ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഫിക്സ് ചെയ്യുക. ബാറ്ററി ഇതുപോലെ നമുക്ക് സൈഡിലായിട്ട് ഫിക്സ് ചെയ്യാം. അതും നല്ല രീതിയിൽ ഗ്ലൂ ചെയ്യുക. പ്രോക്സിമിറ്റി സെൻസറൊക്കെ അവിടെ നിന്ന് വിട്ടു പോരാത്ത വിധം ഗ്ലൂ ചെയ്യുക. ഇനി നേരത്തെ പറഞ്ഞ പോലെ ചാർജിങ്ങിൻ്റെ ഇൻപുട്ടിലായിട്ട് ഇതുപോലെ പോസിറ്റീവിൽ ഒരു ഡയോഡ് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചാർജർ ഒന്ന് കുത്തി നോക്കാം. ഇതുപോലെ LED കത്തുന്നതായിരിക്കും. ആ ഡയോഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചാർജർ ഊരിയാലും LED കത്തിക്കൊണ്ടുവെക്കും. അതായത് ബാറ്ററി വോൾട്ടേജ് ഡയറക്റ്റ് LED-ലേക്ക് വരും. അതുകൊണ്ട് അവിടെ ഇൻപുട്ടിലൊരു ഡയോഡ് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ബാക്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഡോറ് കൊടുക്കാം. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സാനിറ്റൈസർ തീർന്നു പോയാൽ നമുക്ക് റീഫിൽ ചെയ്യാൻ ഈ ഒരു ഡോറ് മാത്രം തുറന്നാൽ മതി. മൊത്തം ബോക്സ് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് അയച്ചിട്ട് നമുക്ക് അതിലേക്ക് സാനിറ്റൈസർ ഫില്ല് ചെയ്യാം. നമ്മളിവിടെ ഉപയോഗിച്ച ഈ സർക്യൂട്ടിൽ കുറേ പോരായ്മകളുണ്ട്. അതായത് ഇതിൽ കട്ട് ഓഫ് സർക്യൂട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കൈ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സാനിറ്റൈസർ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കട്ട് ഓഫ് സർക്യൂട്ട് ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ടോപ്പ് നമുക്ക് അടച്ചു കൊടുക്കാം. അത് ലൂസ് ഉണ്ടെങ്കിൽ ത്രെഡ് സീൽ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് സീൽ ചെയ്തിട്ട് അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മെഷീൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള ടെക് വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു കിടിലൻ ഐറ്റവുമായി അടുത്ത വീഡിയോയിൽ കാണാം.